അങ്ങനെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ കൂട്ടിയും കിഴിച്ചുമാണ് മുന്നണികൾ ഓരോ കാര്യങ്ങളും വിലയിരുത്തുന്നത്. വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചതാണ് മുന്നണികൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഘടകം. വിജയ ശതമാനം ഉയർന്നതോടെ കേരളത്തിൽ അട്ടിമറി വിജയം ഉറപ്പാക്കുകയാണ് ബി.ജെ.പി. എ ക്ലാസ് മണ്ഡലങ്ങളിലെ മികച്ച പോളിംഗ് അനുകൂലം എന്നാണ് NDA ക്യാമ്പിന്റെ വിലയിരുത്തൽ. നമുക്ക് എന്തായാലും കൂടുതൽ വിശകലനങ്ങളിലേക്ക് പോകാം, അല്ലേ ശ്രുതി? ശ്യാമപ്രസാദ് ചേരുന്നുണ്ട് തലസ്ഥാനത്ത് നിന്നും. ശ്യാം, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നലത്തെ ആ വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. ഇനി ആരാണ് കേരളം ഭരിക്കുക എന്നുള്ളൊരാകാംക്ഷയിലാണ്. വലിയ ശതമാന കണക്കാണ്, പോളിംഗ് ശതമാന കണക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഏതു രീതിയിൽ തങ്ങൾക്ക് അനുകൂലം ആകും എന്നാണ് ഓരോ മുന്നണിയും ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. രോഹിണി, അശ്വതി, ഗുഡ് മോർണിംഗ്. എന്തായാലും നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ 3.5 പതിറ്റാണ്ടിനിടയിൽ ഒരു റെക്കോർഡ് പോളിംഗിലേക്കാണ് കേരളം ഇന്നലെ വിധി എഴുതിയിരിക്കുന്നത്. ഇനിയുള്ള നാളുകൾ കൂട്ടിലും കിഴിക്കലുമാണ്. കൂട്ടിലും കിഴിക്കലിലേക്കും തന്നെ മുന്നണികളെല്ലാം തന്നെ കടന്നു കഴിഞ്ഞിരിക്കുന്നു. 78.2% പോളിംഗ് പോയിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ കണക്കുകൾ അന്തിമമല്ല. വരും മണിക്കൂറുകളിൽ ഈ കണക്കുകളിലെല്ലാം തന്നെ അപ്ഡേഷൻസ് ഉണ്ടാകും. എന്തായാലും ഇപ്പോൾ നിലവിലെ കണക്കുകൾ അനുസരിച്ച് 78.2% ഇപ്പോൾ ഈ ഒരു ശതമാന കണക്കുകൾ വന്നു നിൽക്കുന്നത്. ഔദ്യോഗികമായ അടുത്ത ദിവസങ്ങളിൽ തന്നെ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ തന്നെ ഇതിൻ്റെ പൊതുചിത്രം വ്യക്തമാക്കുകയും ചെയ്യും. ഇനി എന്തായാലും നമുക്ക് തെക്കൻ കേരളത്തിലെ അല്ലെങ്കിൽ തെക്കൻ ജില്ലകളിലേക്ക് വന്നു കഴിഞ്ഞാൽ, തെക്കൻ മേഖലകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായും തെക്ക് പിടിക്കുന്നവർ ഭരണസ്ഥിരാകേന്ദ്രം ഭരിക്കുമെന്നാണ് പൊതുവേ ഉള്ളൊരു ചൊല്ലി. അങ്ങനെയാണെങ്കിൽ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോഴേക്കും പ്രധാനമായും 3 മണ്ഡലങ്ങളിലും അടക്കം വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടമടക്കം മിന്നുന്ന പ്രകടനം തന്നെയാണ് NDA കാഴ്ചവെച്ചിരിക്കുന്നത്. പ്രധാനമായും BJP സംബന്ധിച്ച് ചെയ്യുന്നത്. എന്തായാലും നേമത്ത് 80% മുകളിലും കഴക്കൂട്ടത്തും 80% മുകളിലേക്കും ഈ ഒരു പോളിംഗ് ശതമാനം ഉയർന്നിരിക്കുന്നു. ഔദ്യോഗിക കണക്കുകൾ ഇപ്പോഴും വന്നിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഔദ്യോഗിക കണക്കുകൾ വരുവാണെങ്കിൽ 85 മുകളിലേക്ക് ഈ ഒരു ശതമാന കണക്കുകൾ പോവുകയും ചെയ്യും. വട്ടിയൂർക്കാവും തൊട്ട് പിന്നിൽ തന്നെയാണുള്ളത്. 78 പൊതുചിത്രത്തിലെ പോളിംഗ് ശതമാനം പറയുന്നതെങ്കിൽ കണക്കുകൾ ഇനി മുന്നോട്ട് വരുമ്പോഴേക്കും അത് 80% എത്തും. ഇനി പോസ്റ്റൽ വോട്ടുകളുണ്ട്. പോസ്റ്റൽ വോട്ടുകളിലേക്ക് വരുമ്പോൾ 4.5 ലക്ഷത്തിന് മുകളിലേക്ക് പോസ്റ്റൽ വോട്ടുകളുണ്ട്. ഈ പോസ്റ്റൽ വോട്ടുകളിൽ എല്ലാം തന്നെ കണക്കുകൾ വെക്കുമ്പോഴേക്കും എന്തായാലും റെക്കോർഡ് പോളിംഗിലേക്കായിരിക്കും ജനം വിധി എഴുതിയിരിക്കുന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രധാനമായും ഇനി കണക്കുകൾ മുന്നണികൾ കൂട്ടലും കിഴിക്കലും നടത്തുന്ന മുന്നണികൾ ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ്. അതായത് നഗരഗ്രാമ വ്യത്യാസമില്ലാതെ തുടക്കത്തിൽ തന്നെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ മികച്ച പോളിംഗ്, അത് അവസാന മണിക്കൂറുകൾ വരെ ഈ വോട്ടിംഗ് ഗ്രാഫ് താഴാതെ നിന്നു കൊണ്ടുപോയ വോട്ടർമാർ അവരെ അഭിനന്ദനിക്കുക തന്നെ വേണമെന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു വെക്കുകയും ചെയ്തത്. അങ്ങനെ ഈ കണക്കുകൾ നോക്കുകയാണെങ്കിൽ മുന്നണികൾ പറയുന്നത് അത് തങ്ങളുടെ വോട്ടുകളാണ് ആദ്യ മണിക്കൂറുകളിൽ തന്നെ വന്ന ഈ പെട്ടിയിൽ വീണ് എന്ന് തന്നെ അവകാശവാദം തന്നെയാണ് ഈ 3 മുന്നണികളും ഉന്നയിക്കുകയും ചെയ്യുന്നത്. NDA സംബന്ധിച്ചിടത്തോളം വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ്. പ്രധാനമായും A ക്ലാസ് മണ്ഡലങ്ങളിലടക്കം തെക്കൻ കേരളത്തിലും തെക്കൻ ജില്ലയിലും അടക്കം മിന്നുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുകയും ചെയ്തത്. പ്രധാനമായും ന്യൂനപക്ഷ വോട്ടുകളടക്കം തന്നെ എത്തിക്കാനും സാധിക്കുകയും ചെയ്തു. ഞാൻ പ്രധാനമായ ഒരു കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഞാൻ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത ഈ അമ്പലത്തറ, കമലേശ്വരം അടക്കമുള്ള ഈ നിയമമണ്ഡലത്തിലെ പോളിംഗ് ബൂത്തുകളിലെല്ലാം തന്നെ പ്രകടമായ മാറ്റമുണ്ടായിരുന്നു. പ്രധാനമായും നഗരഗ്രാമ വ്യത്യാസമില്ലാതെ തുടക്കത്തിൽ തന്നെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ വോട്ടർമാർ ഒഴുകിയെത്തുന്ന ഈ പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അത് അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു വോട്ടിംഗ് ഗ്രാഫ് നീണ്ടു നിൽക്കുന്ന തരത്തിലേക്ക് ഈ കാഴ്ച നീണ്ടുപോവുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ നഗരഗ്രാമ വ്യത്യാസമില്ലാതെയായിരുന്നു ഈ തെക്കൻ ജില്ലകളിലെ സംബന്ധിച്ചിടത്തോളം പല പോളിംഗ് ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര കാണാനും കഴിഞ്ഞത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 3 മുന്നണികൾക്കും ഒരുപടി മുന്നിലാണ് NDAയും BJP നേതൃത്വമൊന്നും പറഞ്ഞു വെക്കേണ്ടി വരുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ A ക്ലാസ് മണ്ഡലങ്ങളിലടക്കം മിന്നുന്ന പ്രകടനം തന്നെയാണ് NDA നേതൃത്വവും BJPയും നിലവിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അതെ, ശരി ശ്യാമപ്രസാദ്. എന്തായാലും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാ മുന്നണികളും. വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനമാണ് കഴിഞ്ഞ ദിവസം. റെക്കോർഡ് പോളിംഗ് ആണ്. എന്തായാലും സംസ്ഥാന ശരാശരിയും കടന്നാണ് നിയമത്തെ പോളിംഗ്. അതോടെ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് ഏതാണ്ട് NDA എന്ന് പറയേണ്ടി വരും. അതെ, അത് മാത്രമല്ല ഇത്തവണത്തെ ഒരു പ്രത്യേകത രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ ഈ സാധാരണ വോട്ടിംഗ് ശതമാനം കൂടുമ്പോൾ UDFന് അനുകൂലമാകുന്ന ഒരു തരംഗമാണ് എന്ന് പഴയ പരമ്പരാഗത വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. എല്ലാ മുന്നണികൾക്കും
മുന്നണികൾക്കും അത് കൃത്യം വോട്ടുകളിലേക്ക് എത്തുന്നു എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണ്. അതായത് NDAക്ക് ലഭിക്കാനുള്ളത് കൃത്യമായി NDAക്ക്, UDFന്, LDFന് അങ്ങനെ കൃത്യമായി വോട്ടേഴ്സ് അത് സെലക്ട് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് ഈ കേരളത്തിൽ ഒന്നാകെ വലിയ രീതിയിലുള്ള പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് എന്നുള്ള വിലയിരുത്തലുകൾ കൂടി വരുന്നുണ്ട്. എന്തായാലും അതെല്ലാം ഇനി വരുന്ന മണിക്കൂറുകൾ മാത്രമേ അറിയാൻ മറ്റൊരു കഴിയൂ. പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട് രോഹിണി. അതായത് SIR നടപടികളൊക്കെ പൂർത്തീകരിച്ച് അതൊരു ഒരു വലിയ ശുദ്ധീകരണം നടത്തിയ വോട്ടർ അതെ, പട്ടികയിൽ തീർച്ചയായും. നിന്നും വോട്ട് ചെയ്ത് അത് വോട്ടിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിയും 74% ആയിരുന്നുവെങ്കിൽ ഇത് ഇന്ന് 2026 അത് 80-നോട് അടുത്താണ്. അതെ. ഒരു വലിയ രാഷ്ട്രീയ സൂചനകളാവാം അതെ. അല്ലെ?